മനുഷ്യന്റെ അസ്ഥികൂടമോ അസ്വാഭാവികമായ രീതിയിൽ ഒരു മൃതദേഹമോ കണ്ടാൽ ചിലപ്പോൾ പേടി തോന്നാറില്ലേ? അത് തലയില്ലാത്ത മൃതദേഹമാണെങ്കിലോ സ്വാഭാവികമായും ചില സംശയങ്ങളുണ്ടാകും. കാസർഗോഡ് കടപ്പുറത്ത് തലയില്ലാത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തിയതിൽ ദുരൂഹത സംശയിച്ചതാണ്. എന്നാൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണെന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. മൃതദേഹത്തിലുണ്ടായിരുന്ന മുറിവുകൾ നേരത്തെ പോസ്റ്റ്മോർട്ടം നടത്തിയതിൻ്റെതാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇത് ആരുടെ മൃതദേഹമാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാസർഗോഡ് കടപ്പുറത്ത് തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തിയതിൽ ദുരൂഹതയേറുന്നു. കടലിൽ ഒഴുകിയെത്തിയത് പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണെന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. മൃതദേഹത്തിലുണ്ടായിരുന്ന മുറിവുകൾ പോസ്റ്റ്മോർട്ടം നടത്തിയതാണെന്ന് പോലീസ് പറഞ്ഞു. കേരളത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമല്ല ഇതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മൃതദേഹത്തിന്റെ പ്രായം നിർണ്ണയിക്കാനായിട്ടില്ല. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നെല്ലിക്കുന്ന് കടപ്പുറത്ത് തലയില്ലാത്ത മൃതദേഹം കരയ്ക്കടിഞ്ഞത്. 1.5 മാസം പഴക്കമുള്ള പുരുഷ മൃതദേഹമായിരുന്നു ഇത്. മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം മൃതദേഹം കണ്ടത്. മൃതദേഹത്തിൽ കാലിലെ മാംസഭാഗങ്ങളും വേർപെട്ട നിലയിലായിരുന്നു. അസ്ഥികൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. എവിടെയെങ്കിലും കുഴിച്ചിട്ട മൃതദേഹം തിരമാലയിൽപ്പെട്ട് ഒഴുകിയെത്തിയതാണോ എന്നതടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.